ഹായ് ഹലോ നമസ്കാരം. സാൻഡി അൽബാനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വിഭവം എന്ന് പറയുന്നത് പയർ തുവയൽ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യമായി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് എണ്ണയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ് പയർ തുവയൽ. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുപയർ നിങ്ങൾക്ക് പയർ തുവയൽ എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ചമ്മന്തിപ്പൊടിയോ എന്ത് വേണോ നിങ്ങൾക്ക് പേര് വിളിക്കാം. അതിൻ്റെ പേരെന്ന് പറയുന്നത് പയർ തുവയൽ. അപ്പോൾ നമ്മൾ 1 കിലോ പയർ ആ ചട്ടിയിലോട്ട് നന്നായിട്ടിട്ട് ഇതിനെ ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് നമ്മൾ പയറിനെ വറുത്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ ഒക്കെ ചമ്മന്തിയായിട്ടും എണ്ണ ഒഴിച്ചും നിങ്ങൾക്ക് കഴിക്കാം. അല്ലാതെയും കഴിക്കാം. വളരെ ടേസ്റ്റുള്ളതാണ്. കുറച്ച് മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ വലിയൊരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി അല്ലിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പയർ എല്ലാം നന്നായിട്ട് വറുത്തെടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, ആ ഒരു മുറി തേങ്ങ തിരുമിയത് ആ പയറിനോട് കൂടി നമ്മളിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഒരു വെള്ളമയമൊക്കെ ഒരു നനവുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ നനവൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ പയറിനോട് കൂടി തന്നെ നമ്മളിട്ട് ഒന്ന് വറുത്ത് കോരുക. അപ്പോൾ അത് ഡീപ്പായിട്ട് തേങ്ങയോ ഫ്രൈ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ ഒരു ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ വാച്ച് ചെയ്യണം, സാൻഡി അൽബാനി. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് മുളക് പൊടി. നമ്മുടെ എരിവിന് ആവശ്യാനുസരണം മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ തികച്ച് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ തികച്ച് ഞാൻ ഇട്ടില്ല. അപ്പോൾ അതിനെയും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സായപ്പോൾ മുളക് പൊടി ഒരിക്കലും നല്ല വറുത്തെടുക്കാൻ പാടില്ല, കറുത്ത കളറിലൊന്നും ആകാൻ പാടില്ല. ഒരു ചെറിയൊരു പച്ച ചുവയൊക്കെ മാറുന്നതിന് വേണ്ടി മാത്രം നമ്മൾ മുളക് പൊടിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഷാലോ ഫ്രൈ ആയിട്ട് നമ്മൾ എടുക്കുക. ഇതേ കണ്ടോ, നല്ല അതിനകത്ത് കളറൊക്കെ അതിൻ്റെ ചേഞ്ച് ആയി കഴിഞ്ഞു. അതിനെ നമ്മളെടുത്ത് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട മിക്സിയുടെ ജാർ, നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ആ തണുത്ത പയർ നമ്മൾ നന്നായിട്ട് അതിനകത്തോട്ട് കോരിയിടുക. അല്ലെങ്കിൽ നമ്മൾ അത് നല്ല കറക്കിയെടുക്കുന്നതിന് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കുറേശ്ശെ ഇട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഉപ്പ്. നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ ഓരോ സമയം ചേർക്കുമ്പോഴും നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴും ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെയും ചെയ്യാം. എന്നിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 6-7 കഷ്ണം വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ഓരോ ഓരോ പ്രാവശ്യം മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന വെളുത്തുള്ളിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പൗഡറാക്കി എടുക്കുക. തീരെ നമ്മൾ നല്ല ഭയങ്കരമായിട്ട് പൊടിച്ചൊന്നും എടുക്കേണ്ട. ഒരു തരിതരിപ്പോട് കൂടി തന്നെ നമുക്ക് കാണാം. കഴിക്കാൻ ടേസ്റ്റ് അങ്ങനെയാണ്. ഒരു ചോറിനോടുകൂടി നമുക്ക് ഇഡ്ഡലിയോ ദോശയുടെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമുക്ക് പുറത്ത് നമ്മുടെ വിദേശത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ചെയ്ത് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സാധനമാണ്. സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. നനവുള്ള സ്പൂണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ അതിനകത്ത് ഇടരുത്. ഒരു നല്ല ജാറിൽ അല്ലെങ്കിൽ കുപ്പി ഭരണിയിലൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആ ഒരു എരിവും ഉപ്പും പിന്നെ ആ ഒരു തരിതരിപ്പും ആ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. പയർ തുവയൽ, പേര് മറക്കരുത്, പയർ തുവയൽ.
നമ്മുടെ പയർ തുവയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഞാൻ എല്ലാം നന്നായിട്ട് അത് പൊടിച്ചെടുത്ത് ജസ്റ്റ് ഒരു നല്ല സ്പൂണ് കൊണ്ട് നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കണം. കാരണം എല്ലാ സമയത്തും നമ്മളെല്ലാ കാര്യവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഉപ്പിട്ടിട്ടുണ്ട്, വെളുത്തുള്ളി എല്ലാം ഓരോ പ്രാവശ്യം മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ എടുക്കുക. ഉപ്പൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കുക. ഇതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിന് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പയർ തുവയൽ റെഡിയായി കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ് ഉണ്ടേ.